ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ ഇപ്പോൾ പോലീസുകാർക്ക് നേരെ പോലും തട്ടിക്കയറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. നേരത്തെ വലിയ സംഘർഷം അവിടെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് ഹെഡ് ഗേബാർ വിവാദത്തിൽ. ഇപ്പോൾ വീണ്ടും സംഘർഷം അടങ്ങുന്നില്ല, അവിടുത്തെ സംഘർഷാവസ്ഥ മാറുന്നില്ല എന്ന് പറയേണ്ടി വരും. ഈ കൗൺസിലർമാരെ പോലീസ് അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിൽ കൗൺസിലർമാരെ അവിടെ നിന്ന് മാറ്റുകയാണ്. LDF UDF കൗൺസിലർമാരെ മാറ്റുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ തത്സമയം നമ്മൾ കാണുകയാണ്. നേരത്തെ വലിയ കയ്യാങ്കളിയാണ്, മർദ്ദനമാണ് BJP കൗൺസിലർമാർ LDF കൗൺസിലർമാർക്ക് നേരെയും UDF കൗൺസിലർമാർക്ക് നേരെയും അഴിച്ചുവിട്ടത്. വനിതാ കൗൺസിലർമാർക്കടക്കം LDFന്റെ വനിതാ കൗൺസിലർമാർക്കടക്കം മർദ്ദനമേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും ശമനമുണ്ടായിട്ടില്ലേ? തീർച്ചയായും മനോ, ഇപ്പോൾ പ്രതിഷേധിച്ച UDFന്റെയും അതുപോലെ തന്നെ LDFന്റെയും കൗൺസിലർമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ്. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ മുറിക്ക് മുന്നിൽ പ്രതിഷേധിച്ച UDFന്റെ അംഗങ്ങളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ രാവിലെ മുതൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നിരവധി കൗൺസിലർമാരെ BJP കൗൺസിലർമാർ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. 4ഓളം കൗൺസിലർമാരെയാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. LDFന്റെ നേതാവായിട്ടുള്ള സെലീന BV അടക്കമുള്ള കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ CPIMന്റെയും അതുപോലെ തന്നെ LDFന്റെയും അംഗങ്ങളാണ് ഇപ്പോൾ നഗരസഭയ്ക്ക് മുന്നിൽ പ്രവർത്തകരെ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നഗരസഭ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ CPIMന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിലെ അംഗങ്ങൾ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്യുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം LDFന്റെ അടക്കം കൗൺസിലർമാരെയാണ് BJPയുടെ കൗൺസിലർമാർ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാവിലെ മുതൽ കൗൺസിൽ ഹാളിനകത്തും അതിനുശേഷം കൗൺസിലിന് പുറത്തും പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ LDFന്റെ കൗൺസിലർമാർ ഇപ്പോൾ നിലത്ത് ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നിലത്തിരുന്നു കൊണ്ട് LDFന്റെ കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നു. അതുപോലെ തന്നെ UDFന്റെയും കൗൺസിലർമാർ യാതൊരു വിധത്തിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് UDFന്റെയും LDFന്റെയും കൗൺസിലർമാർ ഉള്ളത്. വലിയ രീതിയിലൊരു പ്രതിഷേധം രാവിലെ മുതൽ നഗരസഭ കൗൺസിൽ ഹാളിനകത്തും അതുപോലെ തന്നെ CPIMന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് പുറത്തും നടത്തിയിരുന്നു. യാതൊരു കാരണവശാലും RSSന്റെ വർഗീയ നേതാവായിട്ടുള്ള ഡോക്ടർ ഹെഡ് ഗേബാറിൻ്റെ പേര് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ഇടാൻ വേണ്ടി അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് CPIMന്റെയും അതുപോലെ തന്നെ UDFന്റെയും കൗൺസിലർമാർ ഉന്നയിച്ചത്. അതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് പോലീസ് ഇപ്പോൾ UDFന്റെയും CPIMന്റെയും കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള തീരുമാനത്തിലെത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൗൺസിൽ ഹാളിന് പുറത്ത്, അതായത് നഗരസഭ കെട്ടിടത്തിന് മുന്നിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനു, ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുമ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? മനോ, നിലവിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPIMന്റെയും അതുപോലെ തന്നെ UDFന്റെയും കൗൺസിലർമാർ ഇപ്പോൾ നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ രാവിലെ മുതൽ തന്നെ സംഘർഷ സാധ്യത കൗൺസിൽ ഹാളിലേക്ക് എങ്ങനെയാണ് യുവമോർച്ച പ്രവർത്തകരടക്കം കടന്നു വന്നത്? ആ യുവമോർച്ച പ്രവർത്തകരുടെ അടക്കം ഭാഗത്ത് നിന്ന് കൗൺസിലർമാർക്ക് മർദ്ദനമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് കൃത്യമായൊരു ആസൂത്രണം ഇതിന്റെ പുറകിലുണ്ട് എന്ന ആക്ഷേപമാണോ ഇപ്പോൾ മറുഭാഗത്ത് നിന്ന് LDFന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്? തീർച്ചയായും അതുതന്നെയാണ് രാവിലെ LDFന്റെ കൗൺസിലർമാർ, പാർലമെന്ററി പാർട്ടി നേതാവായ ബഷീർ അടക്കമുള്ള LDFന്റെ കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം തങ്ങളെ ആക്രമിച്ചത് പുറത്തു നിന്നെത്തിയ BJP യുവമോർച്ച പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്
CPIMൻ്റെയും നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ നഗരസഭ കൗൺസിലിനകത്ത് വരെ യുവമോർച്ച പ്രവർത്തകരെ എത്തിക്കുന്ന ഒരു നിലപാടാണ് നഗരസഭ ഭരിക്കുന്ന BJP എടുത്തിട്ടുള്ളത്. മാത്രമല്ല BJP കൗൺസിലർമാർ ക്രൂരമായ രീതിയിൽ തന്നെയാണ് LDFൻ്റെയും UDFൻ്റെയും കൗൺസിലർമാരെ മർദ്ദിച്ചത്. നിരവധി 4ഓളം കൗൺസിലർമാർ LDFൻ്റെയും UDFൻ്റെയും 4ഓളം കൗൺസിലർമാരാണ് നിലവിൽ ആശുപത്രിയിൽ പരിക്കുപറ്റി അവശ്യ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് BJP നഗരസഭ ഭരിക്കുന്ന BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ നഗരസഭാ ചെയർപേഴ്സൺ അടക്കം പറയുന്ന മറുവാദം ചെയർപേഴ്സണെ ആക്രമിക്കാൻ നോക്കിയതിനാലാണ് കൗൺസിലർമാർ പ്രതിരോധിച്ചത് എന്ന ഒരു വിചിത്രവാദമാണ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉന്നയിച്ചിട്ടുള്ളത്. നഗരസഭാ കൗൺസിലർമാർ ക്രൂരമായ രീതിയിൽ LDFൻ്റെയും UDFൻ്റെയും കൗൺസിലർമാരെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ മനു പറഞ്ഞതുപോലെ തന്നെ യുവമോർച്ചയുടെ പ്രവർത്തകരടക്കം നഗരസഭാ കൗൺസിലിൽ എത്തിയിരുന്നു. അതെങ്ങനെ എത്തി തുടങ്ങിയ കാര്യങ്ങളടക്കമാണ് LDFൻ്റെ കൗൺസിലർമാർ ചോദിച്ചത്. തങ്ങളെ മർദ്ദിച്ചത് ആസൂത്രണമായി തന്നെയാണ് എന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPIMൻ്റെ കൗൺസിലർമാർ. നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശരി, വ്യക്തമാണ്. ഏതായാലും ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നു. പക്ഷേ കയ്യാങ്കളികൾ മാറിയിരിക്കുന്നു. അവിടെ LDF കൗൺസിലർമാർ, LDF പ്രവർത്തകർ വലിയ പ്രതിഷേധം ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് രാവിലെ മുതൽ പാലക്കാട് നഗരസഭയിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. ഈ പ്രതിഷേധങ്ങൾക്ക് നേരെ മർദ്ദനം അഴിച്ചുവിടുകയായിരുന്നു BJP കൗൺസിലർമാർ ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ സമയത്ത് നമ്മൾ കണ്ടത്. ഇപ്പോൾ LDFൻ്റെ പ്രതിഷേധ സമരത്തിന്റെ ദൃശ്യങ്ങളുമാണ് കണ്ടത്.